ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മീ റനാൻസ് മഷ്റഫ്. കുറെ പേര് എന്നോട് ചോദിക്കുന്നതാണ് എന്താണ് ആഫ്റ്റർ പ്ലസ് ടു പ്ലാൻ, വീഡിയോ ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇനി ആഫ്റ്റർ പ്ലസ് ടു പ്ലാൻ എന്ന് പറയാൻ നമുക്കിനി ആർക്കും സമയമില്ല ഗൈസ്. നിങ്ങൾക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇനി പുതിയതായിട്ട് പ്ലാൻ ചെയ്ത് കുറെ ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിസൾട്ട് വരുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്ത് പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം. നിങ്ങളിപ്പോ അങ്ങനെയാണ്, ഇതൊരു പ്ലാൻ ആകാത്ത ഒരാളാണെങ്കിൽ എന്തെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് റിസൾട്ട് ആകുമ്പോഴേക്കും എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാം. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഇനി എന്റെ കാര്യം പ്ലാനിനെ കുറിച്ച് കുറെ പേരൊക്കെ ചോദിക്കുന്നത് അവർക്ക് അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ്, അതുപോലെയൊക്കെ നോക്കി ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ ചിലരുണ്ട് ഇപ്പം എന്റെ പ്ലാൻ അറിയും വേണം, പിന്നെ അതിനുശേഷം അതിലെന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരണം. ഇതിനു വേണ്ടിയിട്ടാണ് ചിലർ ചോദിക്കുന്നത്. കാരണം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ജസ്റ്റ് എന്റെ പ്ലാനിനെ കുറിച്ച് മെൻഷൻ ചെയ്തപ്പം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചപ്പോഴേക്കും അതിലിങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ലൈഫിൽ നിങ്ങൾക്ക് അറിയാലോ, പ്ലസ് ടു നമ്മളിപ്പോ 10th കഴിഞ്ഞ് പ്ലസ് 1 പോകുമ്പോൾ പറയുന്ന പോലെ തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ ലൈഫിൽ ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ തുടങ്ങുമ്പോൾ തന്നെ നെഗറ്റീവ് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്ലാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പ്ലാൻ ഞാൻ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്തായാലും അത് തുടങ്ങിയതിനൊക്കെ ശേഷം അറിയിക്കുന്നതായിരിക്കും. കാരണം എനിക്ക് നിങ്ങൾക്ക് അറിയാം, എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, എനിക്ക് അതിനെ നെഗറ്റീവ് ഇതായിട്ട് വെക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോഴല്ല, ഞാൻ പിന്നെ അറിയിക്കുന്നതായിരിക്കും. ഇനി എനിക്ക് പ്ലസ് 1-കാരോടാണ് പറയാനുള്ളത്, നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വൈകി, കാരണം ഒരു വർഷം ആയില്ലേ. പക്ഷെ എന്നാലും നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ, ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ ഈ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ആഗ്രഹമുള്ളത്, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കാനാണെങ്കിലും ഇപ്പൊ അതിന്റേതായ പ്രിപ്പറേഷൻ ചെയ്യണം. എക്സാം കുറെ എണ്ണത്തിനുണ്ട്. അത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഒരു പ്രിപ്പയർ ചെയ്യാണ്ട് ഡയറക്റ്റ് നമുക്കൊരു കോഴ്സ് ഇപ്പൊ അങ്ങനെ കിട്ടില്ല. അത് പാടാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഏത് സ്ട്രീമാരാണ് ഞാൻ ഉദ്ദേശിച്ചതാണ്ടോ, അത് ഏത് കോഴ്സ് എന്ന് പറയുമ്പോൾ അതിപ്പോ നമ്മുടെ സയൻസിൽ മാത്രമല്ല ഏത് സ്ട്രീമിലുള്ള കോഴ്സ് നോക്കുവാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും, അവിടെ പ്രിപ്പയർ ചെയ്യാനുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സ്ട്രീമാരാണെങ്കിലും നിങ്ങൾക്ക് ഏത് കോഴ്സിനോടാണോ ആഗ്രഹമുള്ളത് അത് നിങ്ങൾ ഇപ്പൊ തന്നെ ഉറപ്പിച്ചു വെച്ചിട്ട് ഈ പ്ലസ് ടുയുടെ കൂടെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകണം. അപ്പൊ എങ്ങനെ രണ്ടും ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. ഇപ്പൊ നിങ്ങൾ സാധാരണ ആലോജൽ മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യാറുണ്ടാകുമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം നല്ല ഹൈഡ്രേഷൻ ഒക്കെ ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടും അതിന് ഗ്രീസി ആയിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ടോ? എന്നാൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം പറഞ്ഞുതരാം. ഇത് മാമാഅർത്തിന്റെ ആലോ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. ഇത് മറ്റു സാധാരണ റെഗുലർ ആലോജൽ മോയ്സ്ചറൈസർ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 6 times മോർ ഹൈഡ്രേഷൻ തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് ഇട്ടൊക്കെ കാണിച്ചു തരാം, കമ്പയർ ചെയ്തിട്ടും കാണിച്ചു തരാം കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് നോൺ സ്റ്റിക്കി ഹൈഡ്രേഷൻ തരുന്ന ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണിത്. അലോവേരയുടെയും ഹൈലറോണിക് ആസിഡിന്റെയും ഗുഡ്നസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അലോവേര നമ്മുടെ സ്കിന്നിനെ സൂത്ത് ചെയ്യും, ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. ഇതിൽ ഹാർംഫുൾ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ക്വിക്ക് ആയിട്ട് തന്നെ അബ്സോർബും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണുള്ളതെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ചെയ്യും. ഇതേ മോയ്സ്ചറൈസറിന്റെ ഡിഫറെന്റ് വേരിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻ സി, റൈസ് ട്യൂബി, ബീട്രൂട്ട് ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കയ്യിൽ ഞാൻ റെഗുലർ അലോവേര ജെല്ലും മറ്റേ കയ്യിൽ മാമാഅർത്തിന്റെ ആലോ ജെല്ലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിഫറൻസ് കാണാലോ, നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാമാഅർത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. ഓണിയൻ ഷാംപൂ ഫീഡ്ബാക്കിന്റെ ബേസിസിൽ അവർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവരവരുടെ പ്രൊഡക്ട്സ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസിലൂടെ ബെറ്റർ ക്വാളിറ്റിക്ക് വേണ്ടി എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുണ്ട്. മാമാഅർത്തിന്റെ പ്രൊഡക്ട്സ് സ്റ്റോർസിലും അവൈലബിൾ ആണ്. നിങ്ങൾ മാമാഅർത്തിന്റെ സ്റ്റോർസ് ഒക്കെ കാണാറുണ്ടോ? കമന്റിൽ അറിയിക്കാട്ടോ. എന്റെ കൂപ്പൺ കോഡായ 5-20-25 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാമാഅർത്തിന്റെ വെബ്സൈറ്റ് ആൻഡ് ആപ്പിൽ 20% ഓഫ് കിട്ടുന്നതായിരിക്കും. ഈ പ്രൊഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ ആൻഡ് നിയർ ബൈ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾ പ്ലസ് 1 കഴിഞ്ഞ് പ്ലസ് 2 പോകുന്നവരാണെങ്കിലും നിങ്ങൾ ഏത് സ്ട്രീമാരാണെങ്കിലും സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ കറക്റ്റ് മനസ്സിലാക്കി ശ്രദ്ധിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ടീച്ചേഴ്സ് എടുക്കുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ട്യൂഷന് പോയിക്കോളൂ. അതും ഓഫ്ലൈനിൽ പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ഇനി വെക്കേഷനിൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വെക്കേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. സ്കൂൾ തുടങ്ങിയപ്പോൾ തന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം ആണ് ഞാനും പഠിച്ചു തുടങ്ങിയത്. പക്ഷെ അത് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതായത് നിങ്ങൾ അന്നന്ന് പഠിപ്പിക്കുമ്പോൾ അന്നന്ന് പഠിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് ഇടുമ്പോൾ അപ്പൊ തന്നെ പഠിച്ചു പോകുന്നതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അവസാനം പഠിക്കാന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല പ്ലസ് 2-ൽ. കാരണം പ്ലസ് 1-ൽ ചിലപ്പോൾ നിങ്ങൾ ഈ ലാസ്റ്റ് എക്സാമിനൊക്കെ പഠിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ പ്ലസ് 2-ൽ അത് പറ്റില്ല. പ്രത്യേകിച്ച് സയൻസ് ആണെങ്കിൽ ലാബ് അങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റഡി ലീവും ഉണ്ടാവത്തില്ല. ഈവൻ നിങ്ങൾക്കറിയാലോ മാർച്ചിലെ പബ്ലിക് എക്സാമിന്റെ ടൈം ടേബിൾ പോലും ഗ്യാപ്പ് ഇല്ലാണ്ടാണ് ഇപ്പം അധികം ഇടുന്നുള്ളത് തന്നെ. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കോഴ്സിനോ എന്തെങ്കിലും എക്സാമിനോ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ
വെക്കേഷനിൽ തന്നെ കുറച്ച് പഠിച്ചോളൂ, സ്കൂളിന് വേണ്ടിയുള്ളതൊക്കെ കുറച്ച് പഠിച്ചോളൂ. കാരണം അധികവും അങ്ങനെ കോഴ്സിനൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾ കൂടുതലും +2 കുറച്ച് ഇതാക്കി വെച്ചിട്ട് കൂടുതൽ അവരവരുടെ കോഴ്സിന് വേണ്ടിയിട്ടാണ് സമയം ചെലവഴിക്കാറ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് +2 പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇനി എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഈ +2 എക്സാമിനൊക്കെ അധികവും നമ്മൾ ടീച്ചേഴ്സ് എന്താണോ പഠിപ്പിക്കുന്നത്, മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്, അതിൽ നിന്നൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനിയിപ്പോ ഇപ്രാവശ്യം എക്സാം ടഫ് ആയപ്പോൾ NCERT ശരിക്കും പഠിച്ചാൽ മനസ്സിലാന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ കൂടുതൽ NCERT ഫോക്കസ് ചെയ്തത് മാത്സിനായിരുന്നു. NCERT മാത്സ് എന്തായാലും കംപ്ലീറ്റ് പഠിക്കണം. അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഫിസിക്സ് കെമിസ്ട്രി ഞാൻ അങ്ങനെ NCERT ഫുൾ കംപ്ലീറ്റ് ഒന്നും പഠിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം അവസാനമുള്ള ടഫ് ആയപ്പോഴാണ് എല്ലാവരും പറഞ്ഞതന്നെ. പക്ഷെ നിങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കറക്റ്റ് പഠിക്കുക. സംഭവം കോൺസെപ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിലായില്ലേ? അതായത് ഒരു തിയറി പഠിക്കുമ്പോൾ അത് ബൈഹാർട്ട് ചെയ്യാണ്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതിനെ തന്നെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഡിഫറെന്റ് ആക്കി ചോദിക്കുന്നേ ഉള്ളൂ. സംഭവം ഏതൊക്കെയോ എടുത്ത് ചോദിക്കൊന്നുമില്ല എക്സാമിന്. അപ്പൊ നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ നിങ്ങൾ NCERT ഒക്കെ നോക്കി കുഴപ്പമില്ല. പക്ഷേ ഗൈഡ് വേണമെന്നൊക്കെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. നമ്മുടെ ടീച്ചേഴ്സിന്റെ നോട്ട്സും ടീച്ചേഴ്സ് എന്താണോ പറയുന്നത് അതൊക്കെ തന്നെ പഠിച്ചാലൊക്കെ തന്നെ മതിയാകും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ NCERT റെഫർ ചെയ്യാൻ നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് വേണം. ഇനി നിങ്ങൾ മാത്സിനാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ടൈം ഉണ്ടെങ്കിൽ ഒരുപാട് NCERT സോൾവ് ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട് യൂട്യൂബിൽ. ഇപ്പൊ തന്നെ ഓരോ ചാപ്റ്റർ വൈസായി കണ്ടു തുടങ്ങിക്കോളൂ. ഇനി ഇംഗ്ലീഷ് ടഫ് ഉള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് നിങ്ങൾ ഇപ്പൊ തന്നെ ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വാങ്ങിച്ചിട്ട് അത് വായിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. കാരണം ഇംഗ്ലീഷിലൊന്നും നമുക്ക് ഇനി +2 അങ്ങനെ പഠിക്കാനുള്ള സമയമില്ല. ജസ്റ്റ് വായിച്ച് പോകാനേ പറ്റുള്ളൂ. അതൊക്കെ എക്സാമിന്റെ തലേന്ന് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ വായിച്ച് നന്നായിട്ട് കുറച്ചൊക്കെ പഠിച്ച് ഇംഗ്ലീഷ് ഒക്കെ ക്ലിയർ ആക്കി വെച്ചോളൂ. അപ്പൊ ഇനി മുതൽ നമ്മൾ എക്സാമിന് വേണ്ടി PYക്ക് പഠിച്ചു പോകുന്ന ആ ടൈമൊക്കെ കഴിഞ്ഞു ഗൈസ്. എല്ലാ എക്സാം ഒക്കെ ഫുൾ കോൺസെപ്റ്റ് ബേസ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണോ പഠിക്കുന്നത്, നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റുന്ന തരത്തിൽ റെഡി ആയിട്ട് വേണം പഠിക്കാൻ. ഇപ്പൊ ഞാനിപ്പം സ്കൂൾ തുറന്നിട്ട് പഠിച്ചതുപോലെ എല്ലാവർക്കും പറ്റണമെന്നൊന്നും ഉണ്ടാവില്ല. +2 ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം എല്ലാം കുറച്ചും കൂടി ഹയർ ആകും, മാത്സും ഹയർ ആകും, ടഫ് ആകും. പഠിക്കാനുള്ള സബ്ജക്ട് ഉള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ടഫായി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ടഫുള്ള ബുദ്ധിമുട്ട് ആളാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ വെക്കേഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം, പഠിക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾ അന്നന്ന് പഠിച്ചു തന്നെ പോവുക ഗൈസ്. കാരണം +2 റിവിഷൻ എന്ന് പറഞ്ഞ് പിന്നെ ഒരു ടൈം ഒന്നും കിട്ടില്ല. പക്ഷെ ഞാൻ അന്നന്ന് പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൂളായിരുന്നു. എക്സാമിന്റെ ടൈമിലും പഠിക്കുമ്പോഴാണെങ്കിലും എനിക്ക് സമയം കിട്ടിയില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാം എനിക്ക് ഈസി ആയിരുന്നു. ഞാനത് പറഞ്ഞപ്പോഴേക്കാണ് നിങ്ങൾക്ക് അറിയാലോ എക്സാമിന്റെ ടൈമിൽ എന്തൊക്കെയോ ഇതായതൊക്കെ. ഇനി ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾക്ക് ഇത് എത്രത്തോളം ആവുമെന്ന് അറിയില്ല. എനിക്ക് +1 ഈസി +2 ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ചത് +2 നല്ല ശ്രദ്ധിച്ചതും +2 അപ്പൊ അതുകൊണ്ട് പഠിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഈസി ആകുന്നത്. പിന്നെ ഇതാണ് ഞാൻ എല്ലാ സബ്ജക്റ്റിനെയും ബേസ് ചെയ്താണ് പറഞ്ഞത്. ഒരുപാട് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. കറക്റ്റ് പഠിച്ചു പോയാൽ വേറെ ഒരു ടെൻഷനും ഇല്ല ഗൈസ്. കാരണം ഈ ഒരു വർഷം കൂടിയാണ് +1 +2 പൊതുവെ എല്ലാവരും പറയുന്ന പോലെ 2 വർഷം കുറച്ച് കഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് കുറെ ഗ്യാപ്പ് അങ്ങ് കിട്ടുമല്ലോ, കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഈ ഒരു 2 വർഷം ഇനി ഒരു വർഷം നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. NCERT എല്ലാ സബ്ജക്റ്റിനും പഠിക്കണോ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സാധാരണ ഇപ്പം എൻട്രൻസിനൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ NCERT ഒക്കെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിച്ചോളൂ. കാരണം അത് ഏത് ചേരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏതാണോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് അതിൽ തന്നെ നിങ്ങൾ ചേരുന്നതാണ് ഏറ്റവും നല്ലത്. ഓഫ്ലൈൻ ആണ് ഏറ്റവും നല്ലത് തന്നെയായിരിക്കും. ഇനി അല്ലാത്തവർ സാധാരണ ഇപ്പൊ ഏതെങ്കിലും കോഴ്സ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു NCERT മൊത്തം പിടിച്ചിരുന്ന് പഠിക്കണമെന്നൊന്നുമില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നോക്കി തന്നെ സാധാരണ ചെയ്യുന്നതാണ്. പക്ഷെ PYക്ക് പഠിച്ചിട്ട് പോകരുത് ഗൈസ്. അതൊന്നും ഇനി എക്സാമിന് നടക്കില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ പൊതുവെ ഹാഫ് ഇയർലി ഓൺ എക്സാം ഇപ്രാവശ്യം നടത്തും അറിയില്ല. ഹാഫ് ഇയർലി എക്സാം പൊതുവെ നല്ല ടഫായിട്ടാണ് വരാറ്. NCERTയുടെ ചില ഉള്ളിൽ എടുത്തപ്പോൾ ഞങ്ങളുടെ കെമിസ്ട്രി എക്സാം ഹാഫ് ഇയർലിക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പബ്ലിക് എക്സാമിന് അതിലും ടഫായി, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും പഠിച്ച കോൺസെപ്റ്റ് നല്ലൊക്കെ തന്നെയായിരുന്നു കെമിസ്ട്രി പബ്ലിക് എക്സാമിന് പോലും ചോദിച്ചത്. ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള പുറത്തുനിന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണ് ചെയ്യേണ്ടത്. നോട്ട്സ് ഒക്കെ HSS ലൈവിലും HSS റിപ്പോർട്ടിലൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സെർച്ച് ചെയ്താൽ മാത്രം മതി. കാരണം ഇംഗ്ലീഷിലൊന്നും ടീച്ചേഴ്സൊന്നും അധികം പഠിപ്പിക്കാറോ നോട്ട്സ് തരാറൊക്കെ ഉണ്ടാകാറില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ആയിരിക്കും ടീച്ചേഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാം അതിൽ അവൈലബിൾ ആണ്, HSS ലൈവിലും HSS റിപ്പോർട്ടറിലും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.